ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ അതെ, സോറി, നമ്മൾ ലയം ചാലഞ്ച് റൗണ്ടിലേക്കാണ് പോകുന്നത്. സാരില്ല, ആർക്കാണ് നമ്മൾ ആദ്യം തന്നെ പണി പണി കൊടുക്കാൻ പോകുന്നത്? ശ്രേയക്കാണ്. ശ്രേയനെ വിളിക്കൂ. വെൽക്കം ശ്രേയ. സൂപ്പർ. എന്റെ ശ്രേയ, മോളെ ഇറക്കുന്നു. റിലാക്സ്. എല്ലാം സെറ്റായില്ലേ? പിന്നെന്താ, റിഹേഴ്സലിന് കിട്ടിയാ? ഇല്ല അല്ലേ? അതാലും ഇത്ര സന്തോഷം. എങ്ങനെ ഒപ്പിച്ചു? ആർക്കറിയില്ല, എനിക്കറിഞ്ഞൂടാ. എന്നാലും ഞാനൊരു ഡൗട്ട് വന്നപ്പോ എം ജി സാറ് മൊത്തം വെക്കാം. അപ്പൊ എം ജി സാർ നല്ലോണം ആസ്വദിക്കുന്നുണ്ടേ. അല്ല, എന്നീ ക്ലിക്കുന്ന വ്യത്യാസം ഉണ്ടാവുമ്പോ അതുകൊണ്ടൊന്നും ക്ലിക്കിൽ വരില്ല. അല്ല എന്നാലും അല്ല, എനിക്ക് പാട്ട് ഭയങ്കര, ഈ പാട്ട് എൻ്റെ ജീവന്റെ ജീവനാ. കാരണം അതില് ഓരോ മുക്കും മൂലം ഓരോ ഗിറ്റാർ വായിക്കുന്നതും ഫ്ലൂട്ട് വായിക്കുന്നതും എല്ലാം എനിക്കിഷ്ടമാണ്. പിന്നെ മോള് പാടിയത് നന്നായിരുന്നോണ്ട് ഞാൻ ആസ്വദിച്ചാണ്. താളം ഇട്ടില്ലല്ലോ. ഇല്ല.
എന്തായാലും സാർ മേടിച്ചു പോയി. ഇല്ല, അതുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ കാണിച്ചു. ആഹാ. ഓക്കെ, എന്തായാലും ചോദിക്കാം. ചോദിക്കാം. സാറിന് ഇനിയിപ്പൊ കുറച്ച് കരച്ചിലൊക്കെ ആവാം, സന്തോഷം അതെ, കൊണ്ടല്ലേ? സന്തോഷല്ലേ. എന്നാ പിന്നെ MG സാർ കൊടുത്ത MG സാറിനോട് എന്നെ നമുക്ക് ചോദിക്കാം. എന്റെ പൊന്നുമക്കളെ ആസ്വദിച്ചപ്പോ നീ എന്റെ തലയിൽ കൊണ്ടുവച്ചല്ലോ. ഈ പാട്ട് തുടക്കം മുതൽ ഞാൻ ഇങ്ങനെ ഐ വാസ് എൻജോയിങ് ലൈക്ക് എനിത്തിങ്. കാരണം വേറൊന്നുമല്ല, ഇതുപോലത്തെ പാട്ട് വരുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു എനർജിയാണ്. കാരണം വേറെ പഴയ പാട്ടുകൾ വരുന്നത് ദേവരാജൻ മാസ്റ്റർ, ബാബുക്ക, അർജുനൻ മാസ്റ്റർ, അതുപോലെ തന്നെ MSV സാറ്, അവരുടെയൊക്കെ പാട്ടുകൾ വരുമ്പോൾ ഒരു സ്പെഷ്യൽ എനർജിയാണ് നമുക്ക്. കാരണം അവരുടെ കമ്പോസിഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഫ്രെയിം കാണും. ആ ഫ്രെയിം എന്ന് പറയുന്ന സംഭവം ഇപ്പം ഈ പുതിയ തലമുറയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അവിടെ നല്ലൊരു ഫ്രെയിമിൽ പിന്നെ ജാനകിയമ്മയുടെ ആ ശബ്ദം മനസ്സിലറിയാതെ മോള് പാടിയാലും ശരി, എൻ്റെ മനസ്സിൽ വരുന്ന ജാനകിയമ്മയുടെ ശബ്ദമാണ്. അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ. മോള് നന്നായിട്ട് പാടി കേട്ടോ, അസലായിട്ട് പാടി. പിന്നെ എനിക്ക് അതിനകത്ത് കുറേ സംഗതികൾ ജാനകിയമ്മയുടെ ഉണ്ടായിരുന്നു, അത് പാടിയോ? അതായത് അങ്ങനെ കുറെ മാലവാങ് അവിടെ ആ ഫീലൊക്കെ ഉണ്ടല്ലോ. താമര മാലവാങ് മാലവാങ്ങാൻ വരുന്നില്ല കാരൻ. ആ കാരനിലുണ്ട് കുറച്ചുകൂടെ സ്പീഡാവണം. പിന്നെ പൂന്നുള്ളി അവിടെ ആ ഭാഗങ്ങളൊക്കെ പാട്ട് പാടിയെങ്കിലും അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ഫീല് കുറച്ചുകൂടെ വന്നോട്ടെ. പാടിക്കേ. ആ അവിടെയൊക്കെ മോളെ കുറച്ചുകൂടെ ഡൈനാമിക്സ് വേണം. ചുമ്മാ പാടിപ്പോയാൽ പോരാ. ആ ജാനകിയമ്മയുടെ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ കുറച്ച് വോളിയം കൂട്ടുക കുറയ്ക്കുക, മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ അതും കൂടെ വന്നാലേ നന്നായിരിക്കത്തുള്ളൂ. പക്ഷെ ടോട്ടലി വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ താളം ഞാനിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു കൈകൊണ്ട്. അപ്പം മോള് വിചാരിച്ച് ഞാനത് കറക്റ്റാണെന്ന് വിചാരിക്കുക അല്ലേ? ആണോ? എന്തായാലും ഇനി ഞാൻ തെറ്റിക്കുന്നവർക്ക് അവസാനം ഒരു 7 ബാറെങ്കിലും തെറ്റി. ഫുൾ എക്സ്പ്രഷൻ ആയിരിക്കും അണ്ണാച്ചി ഇങ്ങനെ. ആ മൊത്തം ഇനി അത് ചെയ്യാൻ പോകും. അത് കഴിഞ്ഞ് അണ്ണാച്ചി ലാസ്റ്റിൽ വന്ന് 3 ബാർ മിച്ചാൻ വരുമ്പോ തെറ്റിച്ചേ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക. ശ്രേയ. ആ സർ. ശ്രേയയുടെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ആയിരുന്നു കേട്ടോ ഇത്. താങ്ക് യു സർ. കാരണം ആ ഹൈസിലേക്ക് പോകുമ്പം ഡെഫിനറ്റ്ലി ആ ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു റൗണ്ടിൽ വേണ്ട ഒരു സംഭവം ശ്രേയ ബാങ് ഓൺ ചെയ്തു എന്നുള്ളതാണ്. തുടക്കം പാളി നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ക്ലിക്ക് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ തുടക്കം ശ്രേയ ചെറുതായിട്ടൊന്ന് പാളി, പക്ഷെ തിരിച്ച് ഇമ്മീഡിയറ്റ്ലി തന്നെ ലോക്കിലേക്ക് കയറി. പിന്നെ അത് നമ്മൾക്ക് കാണാം, ആ ബോഡി ലാംഗ്വേജിലുണ്ട് ആ താളം പിടിച്ചു പോകുന്നത്. എന്നിട്ട് അവസാനം കൃത്യമായിട്ട്, കാരണം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇതുപോലത്തെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ് ഒരു ഓഫിൽ ആണ് തുടങ്ങുന്നതെങ്കിൽ പണി പാളിയന്നെ, മൊത്തത്തിൽ ഭയങ്കര പണി കിട്ടിയാനെ. പക്ഷെ കറക്റ്റ് വീടുന്നുള്ളതാണ്. അതിന് ഹാറ്റ്സ് ഓഫ് ശ്രേയ. വേറെ ഒന്നും ഞാൻ എഴുതിയില്ല, കാരണം നമ്മൾ ആ ഒരു ബ്രാഞ്ച് ആണല്ലോ നോക്കണേ. ഞാൻ ഇങ്ങനെ പാച്ചുവിനെ ഞാനിങ്ങനെ നോക്കി, പാച്ചു ഇങ്ങനെ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. വാച്ച് റിപ്പയർ ചെയ്യുന്നു ആ സമയത്ത് പേടിച്ചിട്ടേ ആദ്യം കൗണ്ട് കൊടുത്തു, ഞാൻ ഇങ്ങനെ നോക്കി പാച്ചുവിനെ. അപ്പൊ പാച്ചു ഇങ്ങനെ നോക്കിട്ട് പിന്നെ എന്നെ കണ്ടപ്പോ പാച്ചു ഇങ്ങനൊക്കെ നോക്കിയപ്പോ പാച്ചു ഗോവാലായി. പിന്നെ ശ്രേയ ഉഗ്രൻ സോങ് സെലക്ഷൻ ഭയങ്കര കൺസ്ട്രക്ഷൻ ആണ്. അതായത് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ ഉണ്ട് ഇതിനകത്തുള്ള ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഇതിനകത്ത് ഞാൻ ഈ പാട്ട് കൊടുത്തപ്പം അത്ര ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ല, സുഖമായിട്ട് പാടാന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തു പോന്നതാ. അതാണ് ഇതിനകത്തുള്ള കുറെ ചെറിയ ഡീറ്റെയിലിംഗ് ഇൻട്രിക്കസീസ് ഒക്കെ ഉണ്ട്. ചെറിയ സാധനം വിരുന്നുകാരൻ അതിൽ അവിടെയുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ടാവും, കുറച്ചുകൂടി ക്ലാരിറ്റി ആവുന്നുള്ളത് മാത്രമേ ഉള്ളൂ.
അത്രേ ഉള്ളൂ. നന്നായിട്ട് തന്നെ പാടി. Thank you, ഓൾ ദ sir. ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശരത് സർ. അപ്പൊ ശ്രേയ, ആ സർ. വണ്ടർഫുൾ സെലക്ഷൻ ശ്രേയ. താങ്ക് യു സർ. പാട്ട് അസാധ്യ പാട്ട്. കാര്യം ഈ ഒരു പാട്ടിൻ്റെ എന്താ പറയണ്ടത്, അതിൻ്റെ ഒരു സുഖം മനസ്സിലാക്കണമെങ്കിൽ തന്നെ ഒരു മിനിമം ജ്ഞാനം വേണം. ഇരുന്നിട്ട് ചുമ്മാതെ ഈ പാടി നടക്കുന്ന ആളുകൾക്കൊന്നും ഇതിൻ്റെ അർത്ഥം മനസ്സിലാവത്തില്ല. ഈ എന്താണ് ഈ ഒരു കോമ്പസിഷൻ്റെ വാല്യൂ ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ എന്തൊക്കെയാലും ഈ ഒരു സെലക്ഷന് 100 മാർക്ക്. താങ്ക് യു സർ. ശ്രേയ, ആ സർ. ഈ താമരയും അതൊക്കെ ആ ക്ലാരിറ്റി വേണം അവിടെ പാടുന്നതിന്. ഈ മാനസ പൂജ അതൊക്കെ കുറേയും കൂടെ നന്നാവണം ഓക്കെ സർ. കേട്ടോ. ആ. ഈ അവസാനത്തെ നിർത്തുന്നത് അത് ഒരു ഒടിവ് സംഗതിയാണ്. വേറെ എന്തോ ആ പാടിയ ശ്രേയ. എല്ലാം നീ ഇങ്ങനെ സമ്മതിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമുക്ക് അതൊന്ന് പാടിയാലോ ലാസ്റ്റ് മാത്രം. വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ. അതൊരു ക്ലാരിറ്റി വരട്ടെ, വിരുന്നുകാരനൊക്കെ ഒരു ക്ലാരിറ്റി വരട്ടെ. വിരുന്നുകാരൻ സ്ട്രെയിൻഡാണ്, അത് കുഴപ്പമില്ല. അടുത്ത് അതിപ്പോ കുഴപ്പമില്ല. അതിനൊരു സുഖം. ഞാൻ ഈ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും ഇട്ട് മുഴപ്പിക്കുക എന്നല്ല അതിനർത്ഥം. ആവശ്യമുള്ള ആ ട്യൂണിന് ആവശ്യമുള്ള ആ ലിറിക്കിന് ആവശ്യമുള്ള ആ ഒരു ഏറ്റക്കുറച്ചിലുകളാണ് ഡൈനാമിക്സ്. അല്ലാതെ എടുത്തു കൊതുക് പോലെ ഇതല്ല ഡൈനാമിക്സ്. അക്ഷരാർത്ഥത്തിലല്ല അർത്ഥം എടുക്കേണ്ടത്. എന്താണത്, അത് അമ്മ കൊടുത്തേക്കുന്ന എവിടാണ് ആ ഒരു ലിറിക്കിന് വാല്യൂ കൊടുത്ത് അതിന് ആ എക്സ്പ്രഷൻ, അതാ ഡൈനാമിക്സിലുള്ള. ആ അമ്മയ്ക്കൊക്കെ ഇത് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്നതല്ല, ആ അമ്മയ്ക്ക് ഉണ്ട്. ആ അമ്മ ജനിച്ചപ്പോഴേ ഇതോടെ ഡൈനാമിക്സോടും ജനിച്ച ആളാണ്. ഞാനീ ഒരു നിവർത്തിയില്ല. അപ്പം അമ്മയ്ക്ക് പ്രണാംസ്. അപ്പം ബാബുക്ക അയ്യോ ഒരു നിവർത്തിയില്ലാത്ത കമ്പോസർ. അത് എത്ര പാട്ടുകൾ അതിമനോഹരങ്ങളായിട്ടുള്ള. അത് ഒരു പാവം ഒരു പൈസ സമ്പാദിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു നല്ല ഒരു കാശുള്ള കുടുംബത്തിൽ ജനിച്ച മനുഷ്യനുമല്ല. എന്നിട്ട് എത്ര മനോഹരങ്ങളായിട്ടുള്ള പാട്ടുകളാണ് തന്നത്. എൻ്റെ ഫാദറില്ല കണ്ണൂരാജൻ മാഷ് പറയും ബാബുക്കയെ പറ്റി പറയുമ്പം 100 നാക്കാണ്. സീതയുടെ അച്ഛനും ബാബുക്കയുടെ പാട്ടുകളായിരുന്നു ബേസ് ചെയ്തിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെലും ഒരു ഹിന്ദുസ്ഥാനി ടച്ചായിരുന്നു കൂടുതലുണ്ടായിരുന്നത് കണ്ണൂരാജൻ മാഷിന്. അപ്പം ഇദ്ദേഹം ഒരു നിവൃത്തിയില്ലാത്ത കമ്പോസർ ബാബുക്ക. ഒരു സോൾഫുൾ പാട്ട് വരുമ്പോൾ അല്ല നമ്മുടെ നെഞ്ചത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്നത്. മറ്റേത് ഇതുവഴിയൊക്കെ അങ്ങ് പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെയുള്ള പാട്ടുകൾ ഇനിയും ഉണ്ടാവട്ടെ നമ്മുടെ മലയാളത്തിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സർ. ലവ് യു. താങ്ക് യു സർ. ചേച്ചി ശ്രേയ. ചേച്ചി. ശ്രേയ ബ്യൂട്ടിഫുൾ സിംഗിങ്. താങ്ക് യു ചേച്ചി. ബ്യൂട്ടിഫുൾ സോങ്, ബ്യൂട്ടിഫുൾ ഓർക്കസ്ട്ര, ബ്യൂട്ടിഫുൾ സാരി, ബ്യൂട്ടിഫുൾ ശ്രേയ, ബ്യൂട്ടിഫുള്ളി സങ്. അസല് എല്ലാം ബ്യൂട്ടിഫുൾ. താങ്ക് യു എനിക്ക് ചേച്ചി. ഇഷ്ടപ്പെട്ടു. പിന്നെ ലയം റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് കൃത്യമായി അതങ്ങ് സമത്തിൽ വന്ന് തുടങ്ങി. വെരി ബ്യൂട്ടിഫുൾ. ഞങ്ങളൊക്കെ വളരെ വളരെ ഹാപ്പിയായി. ഉഗ്ര. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ പടത്തിൽ ഏകദേശം എത്ര പാട്ടുണ്ടാവും? 9-10 പാട്ട് കാണും. 10 അല്ല, ഒരു കൃത്യമായി ഏതെങ്കിലും ഒരു നമ്പർ പറ. 9. എന്നാൽ ഈ പടത്തിനകത്ത് 11 പാട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു സിനിമയ്ക്കകത്ത് ഒരു പാട്ട് പോലും ഫുള്ളായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പല്ലവി അനുപല്ലവി, അതിന് ടൈമും ഡ്യൂറേഷനൊക്കെ കുറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ, അന്ത കാലത്ത് ഒരു സിനിമയിലൊക്കെ 11-14 പാട്ടൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. അതും എല്ലാ പാട്ടും സൂപ്പർ ഹിറ്റ് പാട്ട്. അപ്പോൾ ശരിക്കും ആ എന്തുമാത്രം മ്യൂസിക്കിന് ഒരു സ്പേസ് ആണ് ആ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നത്. MG സർ വെറുതെ അല്ല ആഹാന്നാക്കി പോയത്. കാരണം നന്നായി പാടി മോള്. ആരാണെങ്കിലും ആക്കി പോകും. ബ്യൂട്ടിഫുൾ. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു പിന്നെ ഇത് ചേച്ചി. അമ്മ തയ്ച്ചതായിരിക്കും അല്ലേ? അമ്മയുടെയാണ്, അമ്മയുടെ കരവിരുതാണ്. അമ്മയ്ക്കും ഒരു ചക്കര ഉമ്മ. ഓക്കെ, താങ്ക് യു ചേച്ചി. മാർക്ക് ചോദിക്കാം. ഷാനിക്ക. ശ്രേയ 9.3. താങ്ക് യു സർ. ശരത് സർ. ശ്രേയ 9.3. താങ്ക് യു സർ. ചേച്ചി. ശ്രേയ ചേച്ചി. 9.3. താങ്ക് യു ചേച്ചി. നിങ്ങൾക്ക് ഊഹിക്കാം. യെസ്. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 27.9. താങ്ക് യു ചേച്ചി. സൂപ്പർ. അടുത്തതായി നമ്മൾ മെഡ്ലി റൗണ്ടിലേക്കാണ് പോകുന്നത്. പാടാൻ വരുന്നു അനഘ ആൻഡ് ശിവനന്ദ. ഞാനൊരു സിണ്ട് കാവടിച്ചിണ്ട്, ഞാനൊരു സിണ്ട് കാവടിച്ചിണ്ട്, രാഹം പൊരിയവില്ല
உள்ள சோகம் தெரியவில்லை. தந்தை இருந்தோ தாயும் இருந்தோ சொந்தம் எதுவும் இல்ல, அதை சொல்ல தெரியவில்லை. நான் ஒரு சிந்த காவடி சிந்த ராகம் புரியவில்லை, உள்ள சோகம் தெரியவில்லை. தந்தை இருந்தோ தாயும் இருந்தோ சொந்தம் எதுவும் இல்ல, அதை சொல்ல தெரியவில்லை. நான் ஒரு சிந்த காவடி சிந்த ராகம் புரியவில்லை, உள்ள சோகம் தெரியவில்லை. മുഖസവലഹരിയാൽ വീഞ്ഞാക്കിൻ ഭാവാർദ്രഗാനങ്ങൾ കലാകാരൻ കലാകാരൻ പ്രേമിൻ പ്രേമമിന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ രതിസുഖസാരമായി ദേവി നിന്മേ വാർത്തൊരാ ദൈവം കലാകാരൻ കലാകാരൻ. വെരി നൈസ്. ഓഹോ, അടിപൊളി, സൂപ്പർ. അനക്ക, ഹായ് ശിവനന്ദ, ചേച്ചി. സൂപ്പർ. നല്ല സോങ് സെലക്ഷൻസ് ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണോ എന്ന് നമുക്ക് ജഡ്ജസിനോട് ചോദിച്ചു നോക്കാം. ചോദിക്കാം. ചേച്ചി. അനഘ. ഹായ് മാം. ഹായ് ശിവനന്ദ. മാം. നല്ല പാട്ട് സെലക്ഷൻസ്, സൂപ്പർ സോങ്സ്. താങ്ക് യു മാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതില് സ്പെഷ്യലി ഞാനൊരു സിന്ത്, അത് എപ്പോഴും നമ്മൾ വേദികളിൽ പാടിക്കേൾക്കുന്ന പാട്ടാണ്. അതുപോലെ രതിസുഖസാരമായി അതും. പക്ഷേ അതിൻ്റെ ഇടയിൽ പാടിയ പാട്ട് ഞാൻ വളരെ റെയറായിട്ട് ആരെങ്കിലും പാടി കേട്ടിട്ടുള്ളൂ. എന്തായാലും നല്ലൊരു കോമ്പിനേഷൻ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സുന്ദരികളായിട്ടുണ്ട് രണ്ടുപേരും, തിളങ്ങി നിന്ന് പാടി, നന്നായി പാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ ഞാനൊരു സിന്ത് നല്ല പോലെ ചെയ്തു മോളെ, ഇറ്റ് വാസ് ഗുഡ്. ബട്ട് മോളുടെ അനഘയുടെ അതിൽ ആണ് ആലാപ്പ്, ആദ്യത്തെ ആലാപ്പ് കുറച്ചൊന്ന് സ്ലിപ്പായി. അതെനിക്ക് തോന്നുന്നു അനഘയ്ക്ക് തന്നെ അറിയാം എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത്.
അപ്പോൾ എനിക്ക് ആ കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ ആവാമായിരുന്നു എന്ന് തോന്നി ആ പാട്ടിൽ. അതുപോലെ മോളുടെ പിന്നെ രതി സുഖ സാരമായി അതിൽ രണ്ടുപേരും പാടുന്നുണ്ടല്ലോ അതിൽ, ഈ പാട്ടിൽ അതിൽ ശിവനന്ദ പാടിയ പോർഷൻസ് എനിക്ക് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവാമായിരുന്നു. അതാ സെക്കൻഡ് ലൈൻ ഒന്ന് പാടൂ. നിലാവിൻ പൊൻകതിരാൽ നീതെടുത്തു നീതെടുത്തു നിന്റെ തൂവോ നീതെടുത്തു നിന്റെ ഇതൊന്നും അതൊന്നുകൂടെ ക്ലിയർ ആയി പാടി വരും. ഇപ്പോഴും ഡൗട്ട് അടിച്ച് നിൽക്കുക ആ നോട്ട്സ്. ഫസ്റ്റ് ആ ടു ലൈൻസ് മാത്രം പാടിയാൽ മതി. നിലാവിൻ പൊൻകതിരാൽ നീതെടുത്തു നിന്റെ ലാവണ്യം നിലാവിൻ പൊൻകതിരാൽ നീതെടുത്തു നിന്റെ ലാവണ്യം. നൈസ്, നന്നായിട്ടുണ്ട്. വെരി ഗുഡ്. അതാ ആ നോട്ട്സ് എന്ന് പറയുന്ന അതിന്റെ ജീവനാണ്. ആ നോട്ട്സ് വരുമ്പോൾ നമുക്ക് ഓഹോ പല നമ്മുടെ വേറെ ലോകത്തെത്തിപ്പോകും. അപ്പൊ അത് ക്ലാരിറ്റി വരണം. ആ ക്ലാരിറ്റി വരുമ്പോൾ മാത്രമേ അത് നമ്മളിലേക്ക് എത്തുള്ളൂ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നൗഷാദ് സാഹബ് അതാ വെച്ചിരിക്കുന്നത് ആ നോട്ട്സ്. അപ്പം അതാണ് എനിക്ക് മോളുടെ ആ ലൈൻസിൽ തോന്നി കുറച്ചുകൂടി ഒന്ന് ആ ശ്രുതിയിൽ ചേർന്ന് കുറച്ചുകൂടി നോട്ട്സ് ക്ലാരിറ്റി വരുത്താമായിരുന്നു എന്ന് തോന്നി. അതാണ്. അല്ലാതെ നല്ല രണ്ടുപേരും നല്ലപോലെ പാടിയിട്ടുണ്ട്. ഇറ്റ് വാസ് വെരി നൈസ്. ഓക്കെ ശരത് സാർ. അനഘ ശിവനന്ദ, നല്ല പാട്ടുകൾ. താങ്ക് യു സാർ. കാര്യം അർജുന മാഷിന്റെ പാട്ടാണെങ്കിൽ അത് കേട്ടുള്ളതാണ് ഇഷ്ടംപോലെ. നന്നായിട്ട് പാടി. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ തുറന്ന് പറയും, ശിവനന്ദ പാടിയതാണ് കുറച്ചും കൂടെ ഒരു പടി മേളിൽ ഫീൽ ചെയ്തത്. കാര്യം എന്ന് പറഞ്ഞാൽ അനഘ അപ്പോൾ ഒരു ആലാപ് തുടങ്ങുന്നത് ഇപ്പം അത് ഏതായിരുന്നു, അർജുന മാഷിൻ്റെ പാട്ട് അല്ലേ? അപ്പം അതും പിന്നെ ആ മണിമാറിൽ അതൊക്കെ ഒരു ക്ലാരിറ്റി. പിന്നെ ചൊല്ലി എന്നോ അതൊക്കെ ഒന്ന് കേൾക്കുന്നത് ശ്വാസം തീർന്നു പോയോ? ആണോ? നമുക്ക് ആ ലൈനൊന്ന് പാടിയാലോ? അതുപോലെ എന്നാ ആ തൊട്ട് ആലാപ് തൊട്ട് പാടും കേൾക്കാം. അതൊന്നും കൂടെ സുഖമാവാ അതിന് കേട്ടാ. രണ്ടാമത്തെ ഫ്രേസ് ഒരു ഫിനിഷ് കിട്ടിയില്ല, അതും കൂടെ ഒന്ന് നന്നാക്കണം. ഒന്ന് പാടാമോ ഒന്നും കൂടെ? അത് ശരിയായിക്കോളൂ കേട്ടോ. നമ്മൾ പാടി വേണം ഇത് കറക്റ്റ് ചെയ്യാൻ. പിന്നെ ആ ലൈനൊന്ന് പാടിക്കേ. ഇന്നലെ രാവാകെ ചേർന്നിരുന്നു എന്തെന്തു കാര്യങ്ങൾ എന്നോട് ചൊല്ലിയെന്നോ എന്നോട് ചൊല്ലിയെന്നോ അതൊക്കെ കേൾക്കണം. പിന്നെ മണിമാറിൽ ഒന്ന് പാടാമോ? മണിമാറിൽ നഖമുനയാൽ മണിമാറിൽ നഖമുനയാൽ അവനോരായിരം കഥ ആയിരമൊക്കെ ഒന്ന് ഹിറ്റ് ചെയ്തോ? അവനോരായിരം കഥ എഴുതി ഓക്കെ ഒരു നല്ല രസമുള്ള ഒരു പാട്ടാണ്. പിന്നെ ധ്വനി ശിവനന്ദയ്ക്ക് ഇപ്പം മഞ്ചരി പറഞ്ഞത് മനസ്സിലായോ എന്താണെന്ന്? ആ നെയ്തെടുത്തു, അതിൽ സംഭവിച്ചത് മനസ്സിലായോ? നമ്മൾ പാടിയേക്കുന്ന നോട്ട് തെറ്റായിരുന്നു, പിന്നെ ഇപ്പം പാടിച്ചപ്പോൾ ശരിയാക്കി. അത് നോക്കിക്കോണം. കിനാവിൻ അതൊക്കെ പാടിയല്ലേ? കിനാവിൻ പാടിയിട്ടില്ല. പാടിക്കോ. നൈസ്. ഇതുപോലെ വരണ്ടേ? ചുമ്മാ ഈ നിങ്ങളെ പിന്നെ തിരിച്ച് ഞങ്ങൾ പാലും പഴവും ഒക്കെ വെച്ചിട്ട് ഒന്ന് പാടി തരുമോ ദേവതേ എന്ന് പറയുമ്പോൾ വൃത്തിയായിട്ട് പാടും. ആ സമയത്തൊട്ട് പാടത്തുമില്ല. ഇപ്പം എന്ത് മനോഹരമായിട്ട് പാടി. അത് വരണ്ടേ? നിങ്ങൾ ഈ ചെറുപ്പം ഈ പ്രായത്തിൽ നിങ്ങൾക്ക് വന്നില്ലേ? അപ്പം വരാതിരിക്കുക. പ്രായമായി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് നമുക്ക് പിടിച്ചാൽ പറ്റത്തില്ല. അത് ഒന്നും രണ്ടും ഒക്കെ പാടേണ്ടി വരും. ഈ സമയത്തൊക്കെ കത്തി ജ്വലിക്കണം. പിന്നെ രതി സുഖ അത് അതിനൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആകാമായിരുന്നു. അതിനൊക്കെ ഒരു ശക്തി കുറവ്. എന്താണ്? ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. എന്ത് പറ്റി? തെറ്റിപ്പോന്നൊരു പേടി. എന്തിനാ പേടിക്കുന്നത്? എടാ തെറ്റിക്കോട്ടെ, അതിന് മുമ്പേ പേടിച്ചിട്ട് കുളമാക്കണ്ട. ധൈര്യമായിട്ട് നിന്ന് പാട്. നിങ്ങളത് കുറച്ചുകൂടെ ഒന്ന് ശരിയാക്കണം. അതിന് ഇനി വേറൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ. ആദ്യത്തെ പാട്ട് ഏതായിരുന്നു? ഞാനൊരു സിന്ധ്. അതിൻ്റെ ഓപ്പണിങ് നമ്മുടെ നെഞ്ച്. നിങ്ങൾ അതൊന്ന് വായിച്ചു തരുമോ എനിക്ക് വേണ്ടി?
ആഹാ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ആഹാ വണ്ടർഫുൾ. എന്താ അതിനകത്ത് തന്നെ ഉണ്ട് രാജാ സാറിന്റെ കയ്യെഴുത്ത്. അപ്പൊ താങ്ക് യു ലേഡീസ്. താങ്ക് യു സർ. ബൈ. താങ്ക് യു സർ. ഷാനിക്ക. ശിവനന്ദ, അനഘ സർ. നന്നായിരുന്നു. താങ്ക് യു സർ. എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്നറിയോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈസിലി നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു പാട്ടായിരുന്നു ഇത്. കാരണം നല്ല സോങ് സെലക്ഷൻ കൃത്യമായിട്ട് പാടിയിരുന്നെങ്കിൽ എബവ് 9 ഓരോരുത്തർക്കും കിട്ടേണ്ട ഒരു പാട്ട് തന്നെയായിരുന്നു ഇത്. നല്ല സെലക്ഷൻ, ബ്രില്യൻ സെലക്ഷൻ. താങ്ക് യു സർ. താങ്ക് യു സർ. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് രണ്ടുപേരും പറഞ്ഞു. എനിക്കും ഈ പറഞ്ഞ പോലെ ഒരു പൊടിക്ക് കൂടുതൽ എനിക്കിഷ്ടമായത് ശിവനന്ദയുടെ സിംഗിങ് ആണ്. അനക്കൊക്കെ എന്തോ ഒരു ടെൻഷനാണ് തോന്നുന്നത്. സാറിന് അനക്ക ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട് വന്നിട്ട് ഇവിടെ പാടിയിട്ട് പോകുന്നത്, പക്ഷെ എന്തോ ഉള്ളിൽ എന്തോ ഒരു സംഭവം കയറി ഇങ്ങനെ അലട്ടുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. ഉറപ്പിച്ചോളൂ. ഇല്ല, ഇല്ലേ? ചെറിയ ടെൻഷൻ ഉണ്ട്. അത് ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെൻഷനാണ്. എന്തിന് ഈ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എപ്പോഴും പറയുന്ന ഈ ടെൻഷനാണ് ഈ സംഭവം മൊത്തം കൊളാക്കുന്നത്. അതിൽ ഫോക്കസ് ചെയ്യുക, സോങ്ങിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ടെൻഷൻ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും പറഞ്ഞു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ. എം ജി സർ. അനഘ ആൻഡ് ശിവനന്ദ സർ. നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കാരണം കൂടുതലും അതിൻ്റെ ഓർക്കസ്ട്രയാണ് സ്കോർ ചെയ്ത്, അതാണ് അതിൻ്റെ സത്യം. നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. ബാക്കി ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ചില സ്ഥലങ്ങൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. അതിലൊരു പണവട കൂടുതൽ പോയത് അനഘയ്ക്കാണെന്ന് മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, കാരണം പാടിച്ചല്ല, എല്ലാം പാടിച്ചല്ല. ഇനി പ്രത്യേകിച്ച് ഞാനും കൂടെ എടുത്ത് വെച്ച് പാടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതുപോലെ രതിസുഖസാരമായി അത് അനഘ പാടിയപ്പോഴത്തേക്ക് അത് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അതൊന്ന് പാടോ, ജസ്റ്റ് ഒന്ന്. രതിസുഖസാരമായി ദേവി നിന്മേ വാർത്തുരാ ദൈവം കലാകാരൻ 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 പ്രിയ നിൻ പ്രേമമിന്നിൽ ചേർത്തുരാ ദൈവം കലാകാരൻ. ഒരു ക്ലാരിറ്റി ഇല്ലാതെ വന്നുകൊണ്ടാണ് അങ്ങനെ ഒരു സംഗതി മുഴച്ചു തന്ന പോലെ തോന്നി. കുഴപ്പമില്ല, എന്തായാലും രണ്ടുപേരും തോപ്പം നല്ല രീതിയിൽ തെറ്റിക്ക് നല്ല ആ തോപ്പം ഒരാൾ തെറ്റിച്ചാൽ അടുത്ത ആൾ അവർക്ക് അവർ തമ്മിൽ നല്ല യോജിപ്പാണ്. ചങ്കരൻ. അതെ, അങ്ങനെ തോപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ തെറ്റിക്കുകയും കുറച്ചൊക്കെ നന്നായിട്ട് പാടുകയും, പക്ഷെ എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു രസമായിരുന്നു. ഒരു കോമ്പിനേഷൻ വാസ് വെരി ഗുഡ് കേട്ടോ. താങ്ക് യു സർ. പക്ഷെ ശ്രദ്ധിക്കുക, സംഗീതമാണ് വലുത്. സംഗീതമേ ജീവിതം. സംഗീതത്തെ സ്നേഹിക്കുക, നമ്മുടെ മനസ്സിലുള്ള എല്ലാ ദുഷ്ചിന്തകളും മാറ്റിക്കളയുക, സംഗീത ദേവതയെ പ്രാർത്ഥിച്ചു വരുത്തുക. ഓക്കെ, അപ്പൊ അടുത്തതിൽ കാണാം. സന്ദിപ്പം വരെ വണക്കം. ഗുഡ് ബൈ. താങ്ക് യു സർ. താങ്ക് യു. അപ്പോ നമുക്ക് എന്തായാലും അനഘയുടെ മാർക്സിലേക്ക് പോവാം. ഷാനിക്ക. അനഘ സർ. 8.6. താങ്ക് യു സർ. ശരത് സർ. അനഘ 8.6. താങ്ക് യു സർ. ചേച്ചി. അനഘ മാം 8.6. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, സോ ടോട്ടൽ 25.8. താങ്ക് യു. ഇനി നമ്മുടെ ശിവനന്ദയുടെ മാർക്ക്. ശിവനന്ദ സർ 8.7. താങ്ക് യു ഷാനിക്ക. ശരത് സർ. ശിവനന്ദ സർ 8.8. താങ്ക് യു സർ. ചേച്ചി. ശിവനന്ദ മാം 8.8. താങ്ക് യു മാം. എം ജി സർ. കിടകട്ടെ. ഓക്കെ, സോ ടോട്ടൽ 26.3. സൂപ്പർ. അനഘ, പറു. എനിക്കൊരു കാര്യം എം ജി സാറിനോട് ഷെയർ ചെയ്യണം. അതിന് മുന്നേ ചെല്ലച്ചെറു വീട് തരാം എന്ന് പറഞ്ഞിട്ട് അനഘ പാടിയ ആ സോങ്ങിന്റെ പല്ലവി ഒന്ന് പാടുമോ ഒന്നുകൂടെ? ചെല്ലച്ചെറു വീടു തരാം, പൊന്നൂഞ്ഞാലിട്ടു തരാം, പൊന്നോണപ്പൂ തുമ്പി നീ വായോ. അവളത് പറഞ്ഞപ്പോ എനിക്ക് അനഘ തന്നെ നമ്മളോട് ഷെയർ ചെയ്തൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നേ. എം ജി സാർ സ്വന്തമായി ഒരു വീട് വെച്ച ഒരാളാണ് ഈ നിൽക്കുന്ന നമ്മുടെ അനഘ. വീടെന്ന് പറയുമ്പോ നമുക്ക് എല്ലാവർക്കും ഒരു സ്വപ്നമാണ് അല്ലെ, ഭയങ്കര പ്രിയപ്പെട്ടതാണ്. എല്ലായും ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ നമ്മൾ ഓടിച്ചെല്ലും നമ്മുടെ വീട്ടിലേക്കാണ്. സങ്കടം വന്നാലും ദേഷ്യം വന്നാലും സന്തോഷം വന്നാലും എന്ത് വന്നാലും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ പാരന്റ്സിന്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലും. അത്രയും പ്രിയപ്പെട്ടതാണ് നമുക്ക് നമ്മുടെ വീട് എന്ന് പറയുന്നത്. എന്ത് വന്നാലും ഇപ്പം റെന്റിനൊക്കെ കിടക്കുന്നവർക്കൊക്കെ ഭയങ്കര ടെൻഷനാണ്. നാളെ ഇറങ്ങി പോവാൻ പറഞ്ഞാൽ അവര് പോണം. പക്ഷെ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടെങ്കിൽ
നമുക്ക് ആരുടെയും ലോകത്തിലുള്ള എല്ലാവർക്കും ആഗ്രഹമുള്ള, അതെ എല്ലാ ജീവജാലങ്ങൾക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഒരു വീട്. ഒരു പക്ഷിക്കാണെ പോലും, അതെ അല്ലേ? അതെ, അതിങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് കൊണ്ടുപോയാ അതെ അതെ. അപ്പൊ സാർ സ്വന്തമായിട്ട് വീട് വെച്ച ആളാണ് അനഘ. സാറിന്റെ ഒരു കൺസെപ്റ്റില് സാറിന് എങ്ങനത്തെ വീട് വേണം എന്നൊക്കെ ആഗ്രഹമുള്ളത്? എനിക്കിപ്പോ ഒരു വീടുണ്ട്. എനിക്ക് അതാണ് സന്തോഷം. കാരണം വേറൊന്നുമല്ല, ഒരുപാട് വീട് വെക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല. നമുക്ക് കയറി കിടക്കാൻ ഒരു വീട് വേണം. അതൊരു നല്ല വീടായിരിക്കണം. പിന്നെ ഒരു പോസിറ്റീവ് എനർജി വേണം. ഇതൊക്കെയാണ് അത്രയ്ക്കുള്ള ആഗ്രഹമൊക്കെ ഉള്ളൂ. അല്ലാതെ എനിക്ക് വലിയ മണിമാളിയെ വേണമെന്നൊന്നും ആഗ്രഹമില്ല. പക്ഷെ ഇപ്പൊ ഗവൺമെന്റ് ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ടല്ലോ, അറിയാവോ? ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഗവൺമെന്റിന്റെ ലൈഫ് മിഷൻ എന്നൊരു പദ്ധതി ഉണ്ട്. അതിനെപ്പറ്റി ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഒരു വീട് വെക്കാൻ നമ്മൾ കുറെ കോംപ്ലിക്കേഷൻസ്, കുറെ സ്ഥലത്ത് പോവുക, അതിന് വേണ്ടി ഓടി കോംപ്ലിക്കേഷൻസ് ആൻഡ് ആപ്ലിക്കേഷൻ. പാറു പറഞ്ഞ പോലെ ഈ റെന്റിന് താമസിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ഒരു ഇതുണ്ടാവും. ഒരു എപ്പോ വേണമെങ്കിൽ ഇപ്പൊ ഓണർക്ക് തന്നെ തിരിച്ചു വന്നിട്ടാ ഞങ്ങൾ തിരിച്ചു വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ, അവിടെ ഒഴിഞ്ഞു പോയതേ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്ത ആളുകൾക്ക് എനിക്ക് പേഴ്സണലി അറിയാം. അങ്ങനെയുള്ളവർക്ക് ഈ ലൈഫ് മിഷൻ പ്ലാൻ തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതി പ്രകാരം 5 ലക്ഷം വീടുകൾ വെച്ച് സർക്കാർ നൽകി കഴിഞ്ഞു. അടുത്തുള്ള പ്രോസസ്സിലാണ്. വലിയ കാര്യമാണ്. അതെ, ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട് ഒരു വീട് വെക്കാൻ ആഗ്രഹം. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു പദ്ധതി തന്നെ പ്ലാൻ ചെയ്തത്. എങ്ങനെ ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് ആ ഒരു വീട് വെക്കുമ്പോൾ ആ ഒരു ഫീലിംഗ്? ഇപ്പം ഈ പേപ്പർ വർക്ക്സിന്റെ ഒക്കെ കാര്യം പറയുമ്പം ഞാൻ ആക്ച്വലി വീട് വെച്ചെങ്കിലും ഇതിൻ്റെയൊക്കെ പുറകിൽ ഫുൾ കാര്യങ്ങൾക്ക് ഓടി നടന്നത് അമ്മയാണ്. ആദ്യം നമ്മൾ ഒരു നിലയായിട്ട് വീട് കെട്ടി, പിന്നെ ലോണും കാര്യങ്ങളൊക്കെ സാങ്ഷനായി. അങ്ങനെ നമ്മൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പം പിന്നെ 2 നിലയാക്കിയിട്ട് അത് മാറ്റി. അങ്ങനെ ഇപ്പൊ തന്നെ ഒരു വലിയ സ്റ്റോറിയായി അവള് പറയണേ. അപ്പൊ ഒരു ലൈഫ് മിഷൻ പ്ലാൻ കൊണ്ടുവന്ന സർക്കാരിന് ഒരുപാട് നന്ദി പറയണം. അപ്പൊ ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഒരു മെസ്സേജ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അനഘ ആൻഡ് ശിവനന്ദ, ഓൾ ദ ബെസ്റ്റ്. ജഡ്ജസ്, അടുത്ത നമുക്ക് ലയം ചലഞ്ച് റൗണ്ടിലേക്ക് പോവാം. ആരെയാണ് പണി കൊടുക്കാൻ വിളിക്കുന്നത്? പണി കൊടുക്കാൻ ഞാൻ വിളിക്കട്ടെ, കാർത്തിക മോളെ. വെൽക്കം കാർത്തിക. മധുരാധിപതേരഖിലം മധുരം, അധരം മധുരം വചനം മധുരം, മധുരാധിപതേരഖിലം മധുരം. കാവേരി തീരത്തെ കളമെഴുതും മുറ്റത്തെ കല്യാണി തൈ മുല്ലേ, കറുകപ്പൂ പാടത്തെ കുറുവാലിപ്പൈകളെ കസ്തൂരിമാൻ കുരുന്നേ, കാണാൻ ചേലുള്ള കണ്ണിൽ മൈയുള്ള കണ്ണനെ കണ്ടായോ, അരയാൽ ജില്ലയിലൂ ഞാലാടുമ്പം മുന്നായം കണ്ടായോ, നീയൊരു മുന്നായം കണ്ടായോ. കാവേരി തീരത്തെ കളമെഴുതും മുറ്റത്തെ കല്യാണി തൈ മുല്ലേ. ഓടപ്പുൽ തണ്ടിൽ മൂളും പാട്ടെങ്ങാൻ ദൂരെ കേട്ടോ, ഒന്നാനാം തുമ്പിക്കുറുമ്പേ, ആയപ്പെൺ പ്രാവേ നിന്നോടമ്പാടി കണ്ണൻ മെല്ലെ കിന്നാരം കൊഞ്ചിക്കുഴഞ്ഞു, കനകമാലകൾ കാഞ്ചി കൈവളയണിയുവാൻ ക്ഷണിച്ചോ, കനകമാലകൾ കാഞ്ചി കൈവളയണിയുവാൻ ക്ഷണിച്ചോ, നിറനിലാവിലൊരരിയരാകി
താരകൈ താളം കൊട്ടി താരാട്ടാൻ കൈകൾ നീട്ടി കാളിന്തി നിന്നെ വിളിപ്പൂ മാണിക്യച്ചെപ്പിൽ നിന്നും മണിമുത്തും കൊണ്ടേ പോന്നു മാടത്ത കിളിക്കിടങ്ങൾ മഞ്ഞിളം വെയിൽ കാത്തു നിൽപ്പു മഞ്ഞളാടയുമായി മഞ്ഞിളം വെയിൽ കാത്തു നിൽപ്പു മഞ്ഞളാടയുമായി മുടിതലോടെ പീലി ചാർത്താൻ മാറിവില്ലൊരുങ്ങി കൊതിയനുണ്ണും വെണ്ണയാവാൻ ഉറഞ്ഞു വെണ്ണിലാവുറഞ്ഞു തീരത്തെ കളമെഴുതും മുറ്റത്തെ കല്യാണിത്തൈ മുല്ലേ കറുകപ്പൂ പാടത്തെ കുറുവാലി പൈക്കളെ കസ്തൂരിമാൻ കുരുന്നേ കാണാൻ ചേലുള്ള കണ്ണിൽ മൈയുള്ള കണ്ണനെ കണ്ടായോ അരയാൽ ജില്ലയിലുഞ്ഞാലാടുമ്പം നിന്നായം കണ്ടായോ നീയൊരു കിന്നാരം കേട്ടായോ നീയൊരു കിന്നാരം കേട്ടായോ നീയൊരു മിന്നായം കണ്ടായോ നീയൊരു കിന്നാരം കേട്ടായോ നീയൊരു മിന്നായം കണ്ടായോ നീയൊരു കിന്നാരം കേട്ടായോ നൈസ് 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 മോളെ നൈസ്. വെരി ഗുഡ് വെരി ഗുഡ്. കാർത്തികേ എന്താ ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. ഞാൻ ആദ്യം ചോദിച്ചു വന്നവനോട് എന്നെ കൊണ്ട് പറ്റുന്ന പണിയൊന്നും അല്ല ഇതൊന്ന്. ഇടയ്ക്കൊന്ന് വിഴുങ്ങി പോയി ഇല്ലേ? തുപ്പലിറങ്ങിയ ഗ്യാപ്പായിരുന്നു. ഡ്രൈ ആയോ ത്രോട്ട്? സാരില്ല, ചോദിക്കാം നമുക്ക്. ചോദിക്കാം. കാർത്തിക, എന്താ സാർ? നല്ല പേര്. താങ്ക് യു സാർ. മോക്ക് എന്ത് തോന്നുന്നു അത് കേൾക്കട്ടെ. ഒരു സെൽഫ് അനാലിസിസ്. ബീറ്റില് സമത്തില് വീണില്ല. അത് പോട്ടെ, അത് മനസ്സിലായി. ആ ഏരിയ പോച്ച്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഒരു ഗ്ലിപ്പും വന്നു. അത് സാരമില്ല, അത് മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ എന്താ ഒരു ഡ്രൈ ആയി കഴിഞ്ഞാൽ ഈ ഡ്രൈ ആവുന്ന എന്തുകൊണ്ടാണെന്നറിയോ? ടെൻഷൻ ഉള്ളത്. അത്രേ ഉള്ളൂ. എന്നാലും മോക്ക് എവിടൊക്കെയാണ് പോയത്? അനുപല്ലവിയുടെ ഫസ്റ്റ് ലൈൻ തോന്നിയോ? ഒന്ന് പാടിക്കേ പറഞ്ഞു. ഓടപ്പുൽ തണ്ടിൽ മൂളും പാട്ടെങ്ങാൻ ദൂരെ കേട്ടോ ഒന്നാനാം തുമ്പിക്കൂറുമ്പേ ആയിർപ്പെൺ പ്രാവേ നിന്നോടമ്പാടി കണ്ണൻ മെല്ലെ കിന്നാരം കൊഞ്ചി കുഴഞ്ഞോ കനകമാലകൾ കാഞ്ചി കൈവളയണിയുവാൻ ക്ഷണിച്ചോ. അണിയുവാൻ ക്ഷണിച്ചു ചേർത്ത് പാടാൻ പറ്റുമോ? കനകമാലകൾ കാഞ്ചി കൈവളയണിയുവാൻ ക്ഷണിച്ചോ അണിയുവാൻ ക്ഷണിച്ചോ കനകമാലകൾ കാഞ്ചി കൈവളയണിയുവാൻ ക്ഷണിച്ചോ നിറനിലാവിലൊരരിയരാഗിരി തനിയെ പാടുന്നു നീലയമുനേ നിന്റെ നെഞ്ചിൽ കുളിരു പടരുന്നു കുളിരു പടരുന്നു. നല്ല പാട്ടുകാരിയാണ്. ഈ മുമ്പിൽ വരാൻ പോണ സാധനം വലിയൊരു വെടിക്കെട്ടാണല്ലോ എന്നുള്ള പേടി കൊണ്ടാണ് ഈ സ്ഥലങ്ങളിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സാരമില്ല, എന്തായാലും കൈവിട്ട് പോയില്ലേ അല്ലേ? കേറുന്നതിന് മുമ്പ് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞല്ലോ. എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല. ആണോ? അങ്ങനെ അങ്ങനെയല്ല, ഞാൻ ഒരു ഫ്ലോയിൽ ചേച്ചി വന്നപ്പോഴത്തേക്ക് എന്നെ കൊണ്ടൊന്നും പറ്റില്ല പണിയല്ല ചേച്ചി. ഇതിങ്ങനെ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാ. അറിയാതെ എന്നെ കൊണ്ട് പറഞ്ഞു. പറ്റില്ല ചേച്ചി എന്നൊക്കെ. എന്തായാലും മോശമൊന്നും അല്ല പാടിയത്. കുറച്ച് ഭാവങ്ങൾ, രസങ്ങൾ, ഭാവരസങ്ങൾ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. ഓക്കെ. പിന്നെ അവിടെ തെറ്റിപ്പോയത് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഗുഡ് ലക്ക്. താങ്ക് യു സാർ. കാർത്തിക, എന്താ സാർ? കുഴപ്പമില്ലാതെ പാടി. താങ്ക് യു സാർ. ഓഫ് കോഴ്സ് കുറച്ച് മിസ്റ്റേക്സ് ഡെഫിനറ്റ്ലി ഉണ്ട്. കനകമാലകൾ, പല്ലവി റിപ്പീറ്റിന്റെ അവസാനത്തെ കസ്തൂരിമാൻ കുരുന്നേ, മെയിനായിട്ട് നമ്മുടെ റൗണ്ടിന്റെ പരിപാടി അങ്ങോട്ട് സെറ്റായില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. കുറച്ചുകൂടെ സിമ്പിൾ സോങ് എടുത്തിട്ട് വരാമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്ക് ഉണ്ട്. കാരണം മ്യൂസിക് ഇല്ലാതെ പാടാൻ ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് കമ്പയർഡ് ടു
ഇപ്പം വേറെ സോങ്സ് വെച്ചിട്ട് നോക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് മാനേജ് ചെയ്യാൻ പറ്റാതിരുന്നത്. അതിൻ്റെ ഇടയിൽ മിണുങ്ങി അവസാനം ചളകുളമായി. പിന്നെ ഈ പറഞ്ഞ ഭാവം കുറച്ചും കൂടെ ഫീൽ ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒരു സോങ് എക്സിക്യൂട്ട് ചെയ്ത പോലെ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നുണ്ട്. കാർത്തികനെ കൊണ്ട് പറ്റും, ഉഗ്രൻ സിംഗറാണ്. ഇതിനു മുന്നേ കുറേ പാട്ടുകൾ ഈ റൗണ്ട് ഇവിടം വരെ എത്തിയില്ലേ, അതിൻ്റെ അർത്ഥം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പാടുക. ഈ ടെൻഷൻ എന്ന് പറയുന്ന സംഭവം അത് ഈ സ്റ്റേജിൽ നിന്ന് വെളിയിൽ കൊണ്ടുപോയി കളയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എല്ലാവർക്കും, കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശരത് സർ. കാർത്തിക, എന്തോ സാർ? നല്ല രസമുള്ള ഒരു പാട്ട്. പക്ഷെ ഇതിപ്പോൾ ഈ ഒരു അപകടം പിടിച്ച റൗണ്ടിൽ എടുത്തുകൊണ്ട് വരണമായിരുന്നു എന്ന് എനിക്കും ഷാൻ പറഞ്ഞ പോലെ. കാരണം അതിൽ കുറേ സംഗതികൾ, ആ രാഗഭാവം എല്ലാം ഉണ്ട്, പാക്ഡാണ്. അല്ലേ, ഒരു ശ്വാസം എടുക്കാൻ പോലും സ്ഥലമില്ല, അങ്ങനെ നിറഞ്ഞു നിൽക്കുക പാട്ട് അല്ലേ. അപ്പോൾ കുറേ സംഗതികൾ അതും ഇതും ഒക്കെ കിടക്കുക. കാർത്തികയ്ക്കും കൊണ്ട് ശ്രുതി അങ്ങോട്ട് കൃത്യമായിട്ട് ചേരുന്നതുമില്ല. കാവേരി തീരത്തൊക്കെ റിപ്പീറ്റൊക്കെ വരുമ്പോഴും പിന്നെ കനകമാലകൾ അതൊന്നും ശ്രുതി ചേർന്നിട്ടുണ്ടായിരുന്നില്ല. ഫീൽ ചെയ്തോ? അനുപല്ലവി ഭാഗത്ത് ഫീൽ ചെയ്തായിരുന്നു. അനുപല്ലവിയുടെ ഞാൻ പറഞ്ഞ കനകമാലകളാണ്. പിന്നെ കസ്തൂരി മാൻ കുരുന്നേ, ഒന്ന് പാടാമോ? കറുകപ്പു പാടത്തെ കുറുവാലി പൈക്കളെ കസ്തൂരി മാൻ കുരുന്നേ. അത് എന്താണ് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത? കസ്തൂരി മാൻ കുരുന്നേ. ആ നോട്ട് കാണിക്കുന്നില്ലെന്നുണ്ടെ പിന്നെ അതിനൊരു അർത്ഥമില്ലാണ്ടായിപ്പോ, കേട്ടോ. പിന്നെ എന്താകാനാണ് ആഗ്രഹം കാർത്തികയ്ക്ക്? സിവിൽ സർവീസ് ആസ്പിരന്റ്. മിടിക്ക്, അത് നടക്കട്ടെ, അത് ഡെഫിനറ്റ് ആയിട്ട് നടക്കും, കേട്ടോ. വളരെ ചുരുക്കം ആണ് അത് എപ്പോഴും കേൾക്കാറ്. അത് സന്തോഷം, എനിക്ക് കുറെ സന്തോഷം. അത് ഭംഗിയായി നടക്കും ഉറപ്പായിട്ട്, കേട്ടോ. അതിനൂടെ പാട്ടും കൂടെ കൊണ്ടുപോവാ. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. കാർത്തിക കുട്ടി. എന്താ മാം? ആഹാ, എന്ത് നല്ല പാട്ട്, സൂപ്പർ, നൈസ് സോങ് സെലക്ഷൻ. മോള് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഒരു ആ തുടക്കത്തിൽ നമ്മുടെ കോറസ് പാടിയ രണ്ടുപേര് ഗംഭീരായിരുന്നു, സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരു രാവിലെയുടെ ഒരു ഫീലിങ്ങിനെ കൊണ്ടുവന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോളുടെ ഈ ഒരു സെലക്ഷൻ. കാരണം ഇതൊക്കെ വളരെ റെയറായിട്ട് ആൾക്കാർ പാടി കേൾക്കാറുള്ളൂ. അപ്പോൾ മോൾ ഈ ഒരു പാട്ട് എടുത്തത് വളരെ നന്നായി. ഞാൻ ഇതിൽ നോട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ചില പോർഷൻസിലൊക്കെ മാത്രമാണ് മോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി സംഗതികൾക്ക്. അല്ലാതെ ഒട്ടുമിക്ക ഭാഗങ്ങളും നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. നല്ല വിവരമുള്ള കുട്ടിയാണ്, പാട്ടറിയാം, എല്ലാ കാര്യങ്ങളും. സിവിൽ സർവീസിലേക്കാണ് ഇനി പോകാനുള്ള പോക്ക് അല്ലേ. ഗോഡ് ബ്ലെസ് യു ഡാ. ഇതൊക്കെ നന്നാവട്ടെ, എന്തായാലും ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. ഓക്കെ, മാർക്സ് വയ്ക്കാം. ഷാനിക്ക. കാർത്തിക. എന്തോ സാർ? 8.4. താങ്ക് യു സാർ. ശരത് സർ. കാർത്തിക. എന്തോ സാർ? 8.4. താങ്ക് യു സർ. ചേച്ചി. മോള് ഈ പെർഫോമൻസിന് 8.4. താങ്ക് യു മാം. MG സർ. ഓക്കെ, സോ ടോട്ടൽ 25.2.